Hi everyone, welcome to Groww Malayalam. അപ്പോൾ നിങ്ങൾക്കറിയാവോ എല്ലാ ബെഞ്ച്മാർക്ക് ഇൻഡെക്സും താഴെ പോയപ്പോൾ നിഫ്റ്റി ഫാർമ ഇൻഡെക്സ് മാത്രം കയറിയാണ് നിന്നത്. അപ്പം ഈ വർഷത്തോടൊക്കെ നിഫ്റ്റി ഫാർമ ഇൻഡെക്സ് 18% കയറിയത്. അതേസമയത്ത് നിഫ്റ്റി 50 ബെഞ്ച്മാർക്ക് ഇൻഡെക്സ് ഏകദേശം 9% കയറിയിട്ടുള്ളൂ. ഇപ്പം ഫാർമ സ്റ്റോക്സ് ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വർഷം നിഫ്റ്റി 50 ഇൻഡെക്സ് ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ചില സ്റ്റോക്കുകൾ ഈ വർഷം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ ഗ്ലെൻമാർക്ക് ഫാർമ 94% കയറിയിട്ടുണ്ട്, ഓറോബിൻഡോ ഫാർമ 91% കയറിയിട്ടുണ്ട്. പക്ഷേ ബാക്കി സ്റ്റോക്സ് ഒന്നും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടില്ല. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്ലാൻ ഫാമയൊക്കെ ഈ വർഷം 20% ഇടിഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് ഫിക്സർ 12% ഇടിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് സ്റ്റോക്ക് പ്രൈസ് കൂടുന്നത്? അപ്പോൾ ഫാർമ സ്റ്റോക്സ് കയറുന്നതിന് പല റീസൺസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം US ജനറിക് മാർക്കറ്റ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രാൻഡഡ് മാർക്കറ്റൊക്കെ സ്ട്രോങ് പെർഫോമൻസ് ഇപ്പോൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം റോ മെറ്റീരിയൽ കോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത പ്രോഡക്ട്സിൻ്റെ മാർക്കറ്റ് ഷെയർ കൂടിയിട്ടുണ്ട്. ഇതുകൂടാതെ ഫാർമ സെക്ടർ ഡിഫൻസീവ് സെക്ടർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്കോണമിക് ഡൗൺ പോയാലും അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് ഫാർമ സ്റ്റോക്കിന് സപ്പോർട്ടായിട്ട് വന്നിട്ടുമുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെല്ലാം പറയുന്നതായിരിക്കും. ആദ്യം നമുക്ക് എന്താണ് ഫാർമ ഇൻഡസ്ട്രി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഫാർമസി ഓഫ് വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഏഷ്യയിലെ 4th ലാർജസ്റ്റ് മെഡിക്കൽ ഡിവൈസ് മാർക്കറ്റാണിത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഫാർമ സെക്ടർ വോളിയത്തിൻ്റെ ടേംസിൽ ലോകത്തെ 3ാം സ്ഥാനത്താണുള്ളത്. അതുപോലെ തന്നെ വാല്യൂവിൻ്റെ ടേംസിൽ 14ാം സ്ഥാനത്താണുള്ളത്. അപ്പം ഇന്ത്യയുടെ GDP-യിലേക്ക് ഈ ഒരു സെക്ടർ 1.72% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇക്കോണമിയിൽ അവരുടെ വലിയ റോള് തന്നെയാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ തന്നെ കറൻറ്റ്ലി അവരുടെ വാല്യൂ വരുന്നത് $50 ബില്യൺ ആണ്. അത് 2024 ആകുമ്പോഴേക്കും $65 ബില്യൺ ആയിട്ട് കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ 2030 ആകുമ്പോഴേക്കും $130 ബില്യൺ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഗ്രോത്തിൻ്റെ പുറകിലെ കാരണം എന്താണ്? അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എക്സ്പോർട്ട് മാർക്കറ്റിലെ ഒരു ജയൻ്റാണ് ഇന്ത്യ. അപ്പോൾ അവർ 200-ലധികം രാജ്യങ്ങളിലേക്ക് കാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ടോം ഫാർമ കമ്പനീസിൽ വരുന്നതാണ് സൺ ഫാർമസ്യൂട്ടിക്കൽ, സിപ്ല ലിമിറ്റഡ്, ഡോക്ടർ റെഡ്ഡീസ്, അതുപോലെ ഓറോബിൻഡോ ഒക്കെ. ഈ ഒരു ഫൈനാൻഷ്യൽ 2023 ടോട്ടൽ ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട് വന്നത് $25.3 ബില്യൺ ആണ്. അപ്പം ആഫ്രിക്കയിലെ ജനറിക് ഡ്രഗ് നീഡ്സിന്റെ പകുതിയിൽ കൂടുതൽ മീറ്റ് ചെയ്യുന്നുണ്ട്. US-ലെ ജനറിക് ഡിമാൻഡിന്റെ ഓൾമോസ്റ്റ് 40%. അതുപോലെ തന്നെ UK-ലെ മെഡിസിൻ സപ്ലൈൻ്റെ ഓൾമോസ്റ്റ് 1/4. അപ്പം വാക്സിനിലൊരു മേജർ പ്ലെയറും കൂടിയാണ് ഇന്ത്യ. അപ്പോൾ ലോകത്തെ 60% നീഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല ഗ്ലോബൽ വാക്സിനേഷൻ പ്രോഗ്രാമിൻ്റെ മെയിൻ സപ്ലൈസ് ആണ് ഇവർ. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ 70% വാക്സിൻസ് ഇന്ത്യയിൽ നിന്നാണ് സോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ്റെ ടേംസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഗ്ലോബലി ഇന്ത്യക്ക് 3rd റാങ്കാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 9 വർഷത്തിൽ 9.43% എന്ന റേറ്റ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഇൻഡസ്ട്രിയുടെ സ്കോപ്പ് വിശാലമാണ്. അപ്പോൾ ഇതിൽ വരുന്നതാണ് ജനറിക് ഡ്രഗ്സ്, ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ്, ബൾക്ക് ഡ്രഗ്സ്, വാക്സിൻസ്, കോൺട്രാക്ട് റിസർച്ച് ആൻഡ് മാനുഫാക്ചറിങ്, ബയോസിമിലേഴ്സ്, അതുപോലെ ബയോളജിക്സ് വരുന്നുണ്ട്. ഇന്ത്യക്ക് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ഒരു സ്ട്രോങ് അതുപോലെ വെൽ എസ്റ്റാബ്ലിഷ് സ്ട്രക്ചർ ഉണ്ട്. 3000 ഡ്രഗ് കമ്പനീസ്, അതുപോലെ തന്നെ അറൌണ്ട് 11500 മാനുഫാക്ചറിങ് യൂണിറ്റുകളുടെ. അപ്പം ഇന്ത്യക്ക് ഒരു സ്ട്രോങ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഉണ്ട്. അത് ഫാർമസ്യൂട്ടിക്കൽ എക്സ്പെർട്ടൈസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ US FDA കംപ്ലയിൻസ് ഫെസിലിറ്റീസോടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പുറത്ത്. അപ്പം ഇതുകൂടാതെ എയ്ഡ്സിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആൻറ്റി റിട്രോ വൈറൽ ഡ്രഗിൻ്റെ ലാർജസ്റ്റ് സപ്ലയറാണ് ഇന്ത്യ. ഇനിയിപ്പം അടുത്ത ഇന്ത്യയിൽ ബയോടെക് ഇൻഡസ്ട്രീസ് പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ്. അപ്പോൾ അവർ ഇൻ്റർനാഷണൽ റെക്കഗ്നൈസേഷൻ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബലി ടോപ്പ് 12 ബയോടെക് ഡെസ്റ്റിനേഷനിൽ റാങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 2022 ഇൻഡസ്ട്രി $80.12 ബില്യൺ ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാളും 14% ഗ്രോത്താണിത്. അപ്പോൾ ഇന്ത്യയിലെ മാനുഫാക്ചറിങ് കേപ്പബിലിറ്റീസ് അതുപോലെ സയൻറ്റിഫിക് ടാലൻറ്റ് തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫാർമ സ്റ്റോക്കിൽ കാണുന്ന ബുള്ളിഷ് ട്രെൻഡ്. അപ്പം ഇത് ഈ ഒരു സ്ട്രെങ്ത്തിൻ്റെ, അതായത് ഈ ഒരു സെക്ടറിൻ്റെ സ്ട്രെങ്ത്താണ് ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇന്ത്യൻ ഫാർമ ഇൻഡസ്ട്രിയുടെ പുറകിലുള്ള മെയിൻ അച്ചീവ്മെൻറ്റ് പോളിസി മെഷേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്സിൻ്റെ റേറ്റ് കൂടുന്നതിൻ്റെ പുറകിലെ കാരണം അവർ പ്രോ ആക്റ്റീവ് പോളിസികളാണ്. അത് ഇൻഡസ്ട്രി സ്ട്രെങ്തൻ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. അപ്പം ഇന്ത്യയിൽ $60.9 മില്യൺ ബഡ്ജറ്റോടെ ഉള്ള സ്ട്രെങ്തനിങ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി സ്കീം നിലവിലുള്ള ഫാർമ ക്ലസ്റ്റേഴ്സ് അതുപോലെ MSMEസിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ സ്കീം ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഫാർമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൾക്ക് ഡ്രഗ്സ്, മെഡിക്കൽ ഡിവൈസസ്, അതുപോലെ ബാക്കിയുള്ള ഇനീഷ്യേറ്റീവ്സ് ലൈക്ക് ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ ടെക്നോളജി അപ്ഗ്രഡേഷൻ അസിസ്റ്റൻസ് സ്കീമിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കോംപ്രഹെൻസീവ് പ്ലാനാണ്. അപ്പോൾ പല യൂണിയൻ ടെറിട്ടറീസിലും വലിയ വിജയത്തോടെ തന്നെ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ അവരുടെ പൈലറ്റ് ഫേസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ 450 മില്യണിലധികം ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് കെയർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബെറ്റർ ഹെൽത്ത് കെയർ ഡെലിവറി നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചുവടുവയ്പ്പ് തന്നെയാണിത്.
അപ്പം ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറിലേക്കുള്ള ഗവൺമെൻറ് ശ്രദ്ധ അവരുടെ മെഡിക്കൽ ഡിവൈസ് പാർക്സിൽ നടത്തിയ നിക്ഷേപങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പം ഇത് ലക്ഷ്യമിടുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ താങ്ങാവുന്ന വിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം PLI സ്കീം എന്നുള്ളത്. അപ്പം ഇത് പ്രധാന ഫാർമസ്യൂട്ടിക്കൽ കമ്പോണൻസിന്റെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിംഗ് പ്രോത്സാഹിപ്പിക്കാനായിട്ട് $2.04 ബില്യൺ നൽകുന്നുണ്ട്. 2023-24 യൂണിയൻ ബഡ്ജറ്റിൽ 2040 സിക്കിൾ സെൽ അനീമിയ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു മിഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇന്നോവേറ്റീവ് ഫാർമസ്യൂട്ടിക്കൽ റിസർച്ചിന് സപ്പോർട്ട് നൽകുന്നുണ്ട്. റിസർച്ച് ഫെസിലിറ്റീസ് എല്ലാം അപ്ഗ്രേഡ് ചെയ്യാനുള്ള മെയിൻ റിസോഴ്സ് എല്ലാം അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ നഴ്സിംഗ് കോളേജുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സപ്പോർട്ട് നൽകുന്നുണ്ട്. അപ്പം ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ കമ്മിറ്റ്മെന്റ് ആണ് കാണിക്കുന്നത് ഇതിലൂടെ. അവസാനമായിട്ട് FDA പോളിസിയൊക്കെ ഉദാരവൽക്കരണം ചെയ്യുന്നുണ്ട്. പുതിയ ഫാർമ പ്രൊജക്റ്റിലേക്ക് 100% ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യമാണ്. അപ്പോൾ ഇത് കാരണം ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഈ ഒരു മേഖലയിലേക്കുള്ള അവരുടെ ആകർഷണം കൂടുകയാണ്. അപ്പോൾ ഇത് ഇൻഡസ്ട്രിക്ക് $21.46 ബില്യൺ ഇൻഫ്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാരണമായി. അപ്പോൾ ഇത് കാണിക്കുന്ന വരാനിരിക്കുന്ന ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ മേഖലയുടെ വളർച്ചയാണ്. അപ്പം ഈ ഒരു പോളിസി മെഷേഴ്സ് ഒക്കെ വളർച്ചയ്ക്ക് ഉള്ള അന്തരീക്ഷം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാരണം ഫാർമ സ്റ്റോക്കുകളിൽ ഒരു കുതിച്ചു ചാട്ടമുണ്ട്. കാരണം ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റേഴ്സ് സ്ട്രോങ് ഫ്യൂച്ചർ ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ്. ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്കുകളെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുന്ന ഗ്രോത്ത് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സപ്ലൈ സൈഡ് ഗ്രോത്ത് ഡ്രൈവേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഇന്നോവേഷൻ ടെക്നോളജി. അപ്പോൾ ഇന്ത്യയിൽ ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ മുമ്പ് ജനറിക് ഫോക്കസ്ഡ് ആയിരുന്നത് ഇപ്പം ഇന്നോവേഷൻ സെൻട്രിക് ആയിട്ട് മാറുന്നുണ്ട്. അപ്പം ഈ ഒരു മാറ്റത്തിന്റെ മെയിൻ കാരണം കോൺട്രാക്ട് ഡെവലപ്മെന്റ് ആൻഡ് മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷന്റെ ഇൻഫ്ലുവൻസ് കാരണമാണ്. അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചുള്ള CPHI കൺവെൻഷനിൽ നിന്നുള്ള റിപ്പോർട്ട് ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ ആനുവൽ ഓവർവ്യൂ നൽകുന്നുണ്ട്. അപ്പോൾ ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ലീഡർഷിപ്പ് പൊസിഷൻ നിലനിർത്തുന്നുണ്ട്. അപ്പം ഇന്ത്യയുടെ ഒരു ശ്രദ്ധേയമായ ഒരു അപ്വേർഡ് ട്രെൻഡ് കാണിച്ചു. അതുപോലെ തന്നെ 2024 കാര്യമായി വളർച്ചാ സാധ്യത പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രോത്ത് കാറ്റഗറി അതുപോലെ തന്നെ ബയോളജിക്സ് ക്വാണ്ടിറ്റിയിലും ഇന്ത്യ മികച്ച സ്കോർ നേടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്ന ഇന്ത്യ US-ഉമായിട്ട് അടുത്താണെന്നാണ്. ഇന്ത്യ +1 സ്ട്രാറ്റജി ഡോമിനേറ്റ് ചെയ്യുമെന്നാണ് ഇൻഡസ്ട്രി പ്രതീക്ഷിക്കുന്നത്. അതേസമയത്ത് ചൈനയിലും കൊറിയയിലും മുമ്പ് കണ്ട വളർച്ചയ്ക്ക് സമാനമായ ഗ്ലോബൽ മാർക്കറ്റിലെ ഇന്ത്യൻ ബയോളജിക്സിലെ ഏറ്റവും ഹയസ്റ്റ് CAGR പ്രൊജക്ഷൻ ഉണ്ട്. അടുത്ത വില കൂടുന്നതിനുള്ള അപ്രൂവലാണ്. അപ്പോൾ April 1 മുതൽ ഇന്ത്യയിലെ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി എസെൻഷ്യൽ മെഡിസിൻ്റെ വില 12% വരെ കൂട്ടാൻ വേണ്ടി സമ്മതിച്ചിട്ടുണ്ട്. സോ ഇത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ വരുമാനം കൂടാൻ കാരണമാകും. അടുത്തത് പേറ്റന്റ് ഡ്രഗ്സ് വഴിയുള്ള ഇന്നോവേഷൻ. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ മൾട്ടിനാഷണൽ കമ്പനിയിലേക്കായിട്ട് പേറ്റന്റ് ഉള്ള മരുന്നുകൾ കൊണ്ടുവരുന്നത് കൂടുവാണ്. അപ്പോൾ പ്രധാനമായിട്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ കൂടുന്നത് കാരണം പുതിയ ചികിത്സയ്ക്ക് അവസരം വരുന്നുണ്ട്. അപ്പോൾ അടുത്ത് മെഡിസിൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. ഇപ്പം ഒരുപാട് സ്കിൽഡ് പ്രൊഫഷണൽസ് ഹൈ മാനേജർ അതുപോലെ ടെക്നിക്കൽ കോമ്പിറ്റൻസ് ഉള്ളതിനാൽ റൂറൽ മാർക്കറ്റ് മെച്ചപ്പെടുത്താനും മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്താനുമായിട്ട് ഇന്ത്യൻ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ മെഡിക്കൽ ഡിവൈസ് പാർക്സ് സ്ഥാപിക്കുന്നതും വരുന്നുണ്ട്. സോ ഇങ്ങനെ ഇന്ത്യയെ ഒരു ഗ്ലോബൽ ലീഡറായിട്ട് പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത് ജനറിക് മാർക്കറ്റ് പൊട്ടൻഷ്യൽ. അപ്പോൾ US-ൽ പേറ്റന്റ് എക്സ്പയർഡ് ആയിട്ടുള്ള ഒരുപാട് ഡ്രഗ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ജനറിക് കോമ്പറ്റീഷനോ അല്ലെങ്കിൽ ലിമിറ്റഡ് കോമ്പറ്റീഷനോ ഒന്നുമില്ല. സോ ഇത് കാരണം ജനറിക് പ്ലേസിന് വലിയൊരു മാർക്കറ്റാണുള്ളത്. അപ്പോൾ US-ന് പുറത്ത് ഏറ്റവും വലിയ രണ്ടാമത്തെ US FDA അപ്രൂവ്ഡ് മാനുഫാക്ചറിംഗ് പ്ലാന്റുകളും ഗ്ലോബൽ ജനറിക് ഡ്രഗ് എക്സ്പോർട്ടിൽ 20% ഉള്ളതിനാൽ ഇന്ത്യ ജനറിക്സിൻ്റെ ഒരു ശക്തി കേന്ദ്രമായതിനാലും ഇത് ഇന്ത്യൻ പ്ലേയേഴ്സിന് ഒരു അവസരമായിരിക്കും. നിലവിലിപ്പം പേറ്റന്റ് പ്രൊട്ടക്ഷൻ്റെ കീഴിലല്ലാത്ത കോംപ്ലക്സ് ഡ്രഗ്സിൻ്റെ ജനറിക് വേർഷൻ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് വിജയകരമായിട്ട് വികസിപ്പിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് $1250 മില്യൺ സെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത് ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് എക്സ്പാൻഷൻ. അപ്പോൾ സാധാരണ മരുന്നുകളെ OTC മരുന്നുകളുമായി തരം തിരിക്കാനുള്ള ഇന്ത്യൻ ഗവൺമെൻറ് പ്രേരണ റീറ്റെയിൽ ഫാർമ മാർക്കറ്റിൽ വിപ്ലവം സൃഷ്ടിക്കും. സോ ഇത് കൺസ്യൂമേഴ്സിന് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്നുകൾ എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാകും. ഇനി നമുക്ക് ഡിമാൻഡ് സൈഡിലെ ഫാക്ടേഴ്സ് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഫാർമസ്യൂട്ടിക്കലിൻ്റെ അക്സെപ്റ്റബിലിറ്റിയാണ്. ഇപ്പം വിദ്യാഭ്യാസ നിലവാരം വർദ്ധിക്കുന്നതോടൊപ്പം താങ്ങുവിലയും ഗുണനിലവാരവും പരിചരണവും കാരണം മെഡിക്കൽ ടൂറിസ്റ്റ് വളർച്ചയ്ക്കൊപ്പം സ്വയ ചികിത്സയ്ക്കുള്ള സാന്നിധ്യത കൂടുന്നുണ്ട്. അപ്പം അടുത്ത ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് ആണ്. ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ജൻ ഔഷധി കേന്ദ്ര 10,000-ൽ നിന്ന് 25,000-ലേക്ക് വിപുലീകരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഹെൽത്ത് കെയർ ലഭ്യത കൂടും. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് താങ്ങുന്ന വിലയ്ക്ക് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത എപ്പിഡെമോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ COVID-19 കേസുകൾ കൂടിയത് കാരണം ഹെൽത്ത് കെയർ സർവീസിന് ഡിമാൻഡൊക്കെ കൂടി. അപ്പം ഈ ഒരു ഡിമാൻഡ് ഫാർമ സ്റ്റോക്സിനെ ഡിഫൻസീവ് സ്റ്റോക്സ് എന്ന കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഡിഫൻസീവ് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കോണമി മോശമാണെങ്കിലും ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്സ് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഡിമാൻഡ് അതുപോലെ സപ്ലൈ ഗ്രോത്ത് ഫാക്ടേഴ്സ് തന്നെയാണ് സ്റ്റോക്ക് പ്രൈസ് കൂടാൻ വേണ്ടിയിട്ടുള്ള കാരണം.
അപ്പം ഈ ഒരു ഫാർമ കമ്പനികളിൽ നിന്ന് ഒരു സ്ട്രോങ് ക്വാർട്ടർലി നമ്പേഴ്സ് തന്നെയാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഗ്ലോബൽ ബ്രോക്കറേജ് ഫേമായ നൊമൂര ഫാർമ സെക്ടറിലേക്ക് ബുള്ളിഷാണ്. അപ്പം ദൃഢമായിട്ടുള്ള വരുമാനം വളർച്ചയും കോസ്റ്റ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇത് ജസ്റ്റ് നമ്പേഴ്സ് മാത്രമല്ല, ഗ്രൗണ്ട് ലെവൽ ഡെവലപ്മെന്റ്സ് ഇൻവെസ്റ്റേഴ്സിൽ ഇൻട്രസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ S&P ഗ്ലോബൽ നിന്നുള്ള ഔട്ട്ലുക്ക് റിവിഷനുകൾ തുടരുന്നത് ഗ്ലെൻ മാർക്കറ്റിൽ കാര്യമായിട്ടൊരു കുതിപ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ മൈലോമ ട്രീറ്റ്മെന്റിന് പ്രധാനമായ മരുന്ന് പുറത്തിറക്കാനുള്ള അനുമതി ലഭിച്ചോടെ ഓറോബിന്ദോ ഫാർമയുടെ ഷെയർസും കുതിച്ചുയർന്നു. അപ്പം ഈ ഒരു സെയിം ഇത് തന്നെയാണ് നമ്മൾ ഡോക്ടർ റെഡ്ഡീസിലും കണ്ടത്. അപ്പോൾ ജമൈക്കയിൽ അവരുടെ പ്രവർത്തനങ്ങൾ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം അവരുടെ ഷെയർ പ്രൈസിൽ നല്ലപോലെ കയറി. അപ്പം ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഇന്ത്യൻ ഫാർമ സെക്ടറിന് വലിയൊരു ഗ്രോത്ത് ഫാക്ടർ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു 10 മുതൽ 11% ഗ്രോത്ത് എക്സ്പെക്ടേഷനോടെ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഓപ്പർച്യൂണിറ്റി നോക്കാനുള്ള സ്ട്രോങ് സിഗ്നൽ തന്നെയാണിത്. ഇനി നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ എന്താണ് മുന്നിലേക്കുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ US ജനറിക് ഡ്രഗ് പ്രൈസിലുള്ള പ്രഷർ ഒഴിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് എല്ലാ സ്ട്രോങ് സൈനുകളും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മാർച്ച് 2020 മുതൽ 19% ആനുവൽ ഇൻക്രീസോടെ. ഇപ്പോൾ റൈറ്റ് ഹോറിസോൺ PMS എന്നുള്ള അനില റഗോയെ പോലെയുള്ള എക്സ്പേർട്സ് ജനറിക് ഫാർമസ്യൂട്ടിക്കലിലെ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ കോൺട്രാക്ട് ഡെവലപ്മെന്റ് ആൻഡ് മാനുഫാക്ചറിംഗ് ഒരു ബുള്ളിഷ് ട്രെൻഡ് കാണുന്നുണ്ട്. സ്ട്രോങ് ഓർഡർ ബുക്ക് അതുപോലെ റീസെന്റ് കപ്പാസിറ്റി അഡീഷനാണ് ഇവിടെ ഒരു ശുഭാപ്തി വിശ്വാസം നയിക്കുന്നത്. അപ്പം ഇത് ഫൈനാൻഷ്യൽ 2024 മുതൽ ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതുകൂടാതെ ഹോസ്പിറ്റൽ സ്റ്റോക്സിലും മൊമെന്റം നേടുന്നുണ്ട്. അപ്പോൾ ഒക്യുപ്പൻസി കൂടുമ്പോൾ കൂടുതൽ ബെഡുകൾ ആഡ് ചെയ്യും. അപ്പോൾ ഹോസ്പിറ്റൽ സെക്ടറിലെ പ്രോഫിറ്റബിലിറ്റി കൂടാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇത് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒരു ഫേവറബിൾ ടേൺ തന്നെയാണ്. ഫാർമയിലെ മീഡിയം ടേം ഫ്യൂച്ചർ മിക്സ്ഡ് ആണ്. ഒരു വശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രായമായ ആളുകൾ, വിട്ടുമാറാത്ത അസുഖങ്ങൾ കൂടുന്നത്, കൂടുതൽ ഹെൽത്ത് കെയർ അവയർനെസ്, ഹെൽത്ത് കെയർ ഇൻഷുറൻസ് കൂടുന്നതുകൊണ്ട് സ്ഥിരമായിട്ടുള്ള ഡിമാൻഡ് ഉണ്ട്. എന്നാൽ മറുവശത്ത് റെഗുലാറ്ററി തടസ്സങ്ങൾ, അതുപോലെ പ്രൈസിംഗ് പ്രഷർ പോലത്തെ വെല്ലുവിളികളും ഉണ്ടാകാം. പബാൻ ഇൻവെസ്റ്റ്മെന്റ് മാനേജർ കൗശിക് ധനി US FD ഒബ്സർവേഷൻ ഇമ്പോർട്ടൻസ് നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഫാർമ സ്റ്റോക്കുകളുടെ പോസിറ്റീവ് ഔട്ട്ലുക്കിലേക്ക് ഇത് എങ്ങനെ മാറ്റാമെന്നും. അപ്പോൾ വാല്യുവേഷൻ അട്രാക്റ്റീവ് ആയിട്ടാണ് കാണുന്നത്, ലോങ് ടേം ഗ്രോത്ത് ഔട്ട്ലുക്കോട് തന്നെ. സ്റ്റോക്സ് ബോക്സിൽ നിന്നുള്ള പ്രഥമേഷ് മസ്ദേക്കർ പോലത്തെ അനലിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന വരും ക്വാർട്ടറിലും ഈ ഒരു സെക്ടറിൽ സ്ട്രോങ് പെർഫോമൻസ് കൊണ്ടുവരുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ഒരു മേജർ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ഇത് സ്ട്രാറ്റജിക് പോളിസി ഇനീഷ്യേറ്റീവ്, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് കാരണമാണ്. അപ്പോൾ ഗവൺമെന്റ് സ്കീമിൽ നിന്നും ഈ ഒരു ഇൻഡസ്ട്രിക്ക് നല്ല ഫണ്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്നോവേഷൻ അതുപോലെ ഗ്രോത്തിന് കാരണമാകുന്നുമുണ്ട്. അപ്പോൾ ഇത് കാരണമാണ് ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു സെക്ടറിലേക്ക് ഇത്രയും താല്പര്യം കാണിക്കുന്നത്. എന്നാലും നിങ്ങൾ ഓർക്കുക, ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റ് വോളറ്റൈലാണ്. അപ്പം ഇപ്പോഴത്തെ ഇതിൽ ഫാർമ സെക്ടർ നോക്കുകയാണെങ്കിൽ ബുള്ളിഷാണ്. അതാണ് ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡ് ഉള്ളത്. ബട്ട് ഒരു ഇൻവെസ്റ്റർ എന്ന നിലയ്ക്ക് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ റിസർച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കും മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.